പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കറിയൊന്നും വേണ്ട കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനെയും കഴിക്കാൻ പറ്റും, നമുക്ക് ചായയുടെ കൂടെയും കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോയാലോ. ഇതിലേക്ക് വേണ്ടി ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചരിപ്പൊടിയില്ലേ, വറുത്ത മാവാണ് പച്ചരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ, അതാണ്. അപ്പം ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ജീരകം ഇട്ട് കൊടുക്കാം അതിലോട്ട്. ഇനി വേണ്ടത് ഇത്രയും എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് അയമോദകം, അതൊന്ന് തിരുമിയിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു ചെറിയ സവാള അരിഞ്ഞത് അതിട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ തക്കാളി അതിൻ്റെ അകത്തുള്ള എല്ലായിടത്തും കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഇത്ര ആവശ്യമില്ല, അതിൻ്റെ പകുതി മതിയാവും. ഇനി വേണ്ടത് മല്ലിയില, ഇനി വേണ്ടത് ചില്ലി ഫ്ലക്സ് ആണ്, അത് 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. നമുക്കത് കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ 1.5 കപ്പ് മാവിന് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ പാകത്തിന് എടുക്കണം. നമുക്കതൊന്ന് പരത്തിയെടുക്കണം. ഇനി പരത്താൻ വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി പലവയിലല്ല പരത്തുന്നത്. ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി മാവ് ഉരുളകളാക്കി എടുക്കാം. ഇനി ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അത് വെച്ചാണ് ഞാൻ പരത്തി കൊടുക്കുന്നത്. ഇത്രയും മതിയാവും. കുറച്ച് കട്ടിക്കിരിക്കണം. ഇതേപോലെ എല്ലാം എടുക്കാം പരത്തി. അപ്പം പകുതി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ കത്തിച്ച് ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതിയാവും. ഇനി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല ചുവന്ന് വരണം. വീണ്ടും ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി അടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. ഇത് ഉടനെ തന്നെ തയ്യാറാക്കി
ഇട്ട് കൊടുക്കണം. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാം ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്.